ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒത്തിരി ദിവസമായി ഞങ്ങൾ കാത്തിരിക്കുന്നൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. മക്കളെ സ്കൂളിൽ ലാസ്റ്റ് ഡേ ആണ്, അപ്പോൾ ഓണപ്പരിപാടിയാണ്. അപ്പോൾ അതാ നമ്മൾ 1 മുതൽ 4 വരെയാണ് കേട്ടോ. അപ്പോൾ ഈ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിന് പൂക്കള മത്സരം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ സെറ്റാക്കി ഓരോരുത്തർ ഓരോ ബേസായിട്ട് ഇങ്ങനെ പൂക്കളങ്ങൾ വരയ്ക്കുക കേട്ടോ. അപ്പം ഈ ഫ്രണ്ടിൽ കാണുന്ന കേട്ടോ ഞങ്ങളത് 4ാം ക്ലാസ്, പിന്നെ അത് 3ാം ക്ലാസ്, 3B, 3A, 2, 1 അങ്ങനെ കേട്ടോ വരുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ ഏകദേശം കുറേ ആൾക്കാർ പൂ വരയുന്നുണ്ട്, വരയ്ക്കാൻ അറിയുന്നവരെ കൊണ്ട് വരപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോണിനൊക്കെ നോക്കി ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ റെഡിയാക്കി കൊണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും ടാസ്ക് വരയ്ക്കലൊന്നല്ല ഗായ്സ്, പൂ വരയലാണ് ഗായ്സ്. ഇന്നാണ് മനസ്സിലായത് കേട്ടോ. ഈ പൂക്കളൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഇതൊന്ന് ചെയ്ത് നോക്കിയപ്പോഴാണ് ഗായ്സ് അറിയുന്നത് എത്ര പാടാണ് ഈ സംഭവം എന്ന്. അപ്പം ഞങ്ങളെ കൂട്ടത്തിൽ ഫുള്ള് ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ളത്. 4ാം ക്ലാസ്സിൽ ഒരു ഹിന്ദു പോലും ഇല്ല കേട്ടോ. ഒരു ഹിന്ദുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മുൻകൂട്ടി എന്തായിരുന്നു പൂക്കളൊക്കെ ഇടുന്ന അറിയുന്ന ഒരാൾക്കാരാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും അറിയാണ്ട് ഞങ്ങളുടേതായ രീതിയിലൊക്കെ ഇട്ടോ കേട്ടോ. അപ്പോൾ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്, ഫസ്റ്റ് കിട്ടിയതും കൊടുക്കുന്നുണ്ട്, പിന്നെ ഞങ്ങളൊക്കെ ഇട്ടതൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഫുള്ളായി സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ ലാസ്റ്റ് നിമിഷം ഞങ്ങൾ വരച്ച മോഡലും വേറെ, കണ്ട മോഡലും വേറെ, ലാസ്റ്റ് പൂ ഇട്ടതും വേറെ ഗൈസ്. ലാസ്റ്റ് നിമിഷം നമ്മൾ ഫുൾ വേറെയാക്കി. അപ്പോൾ ഒരു തിരക്ക് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ അരിയലും ഇടലും വരയ്ക്കലും ഒക്കെ കഴിയണം ഗൈസ്. അപ്പോൾ അതാ ഞങ്ങൾ ഏകദേശം ഉണ്ടല്ലോ ഞങ്ങളത് സെറ്റായി. ഇത് ഞങ്ങളെ 3ാം ക്ലാസ് ബിയുടെ കേട്ടോ. അവിടെ പൊങ്ങൽ അടിപൊളിയാണ്. പക്ഷേ ഓരോരോ ഇത് ഉണ്ട് കേട്ടോ, വലിപ്പം ഒക്കെ ഉണ്ട്. ഇത് 3A ആണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇതിനാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. ഫസ്റ്റ് കിട്ടിയ പൂക്കളാണ് ഗൈസ് ഇത്, 1ാം ക്ലാസ്സിലത്തെ കുട്ടികളെ. പിന്നെ അടുത്തത് ഇതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഗൈസ് സദ്യ കഴിക്കട്ടോ. അപ്പോൾ ആദ്യം കുഞ്ഞു മക്കളല്ല, അപ്പോൾ കുഞ്ഞു മക്കൾക്ക് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അവർ മക്കളത് കഴിഞ്ഞിട്ടാണ് പിന്നെ രക്ഷിതാക്കൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സദ്യ എന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ വിഭവങ്ങൾ, ഒരു 15 ആൾക്ക് കഴിക്കാവുന്ന വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും കേട്ടോ. അത് എന്നിട്ട് ഇവിടുന്ന് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ കേട്ടോ സദ്യയൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ചോറും സാമ്പാറും അവിടെ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കി, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ ഈ ഓണപ്പരിപാടി ഗംഭീരമാക്കി എന്ന് പറയുന്നത് ഗംഭീരമാക്കി കേട്ടോ. അപ്പം എന്തായിരുന്നു ഫസ്റ്റ് കിട്ടിയ പൂക്കളത്തിന് ഫസ്റ്റ് കിട്ടിയ അവർക്ക് പ്രൈസും ബാക്കിയുള്ളവർക്ക് പ്രോത്സാഹന സംഭവങ്ങളൊക്കെ ആയിട്ടേക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങൾ ഓണപ്പരിപാടി കേട്ടോ. ഇത് ഒരു കുഞ്ഞു പരിപാടിയാണെങ്കിൽ അതിഗംഭീരമായിട്ടാണ് നമുക്ക് തോന്നിയത് കേട്ടോ. അത്രയും കാരണം ഓണപ്പരിപാടിയിൽ അങ്ങനെ പൂക്കള മത്സരം കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ വന്നിട്ടില്ല, ഈ പ്രാവശ്യം അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും നല്ല സൗഹൃദത്തിൽ തന്നെ കേട്ടോ എല്ലാം കഴിഞ്ഞത്. പിന്നെ ടെൻഷൻ തന്നെ ആർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ലാസ്റ്റ് മക്കൾ ആരില്ലാത്ത ടൈമിൽ ഞാൻ പോയി എടുത്തതിന് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഓരോരോ ക്ലാസ്സിൽ വെച്ചിട്ട് എറ്റിനെ പൂക്കൾ കേട്ടോ. അല്ലേ ഇവരാണ് ഈ ഫസ്റ്റ് കിട്ടിയ ആൾക്കാർ ഇവരാണ് കേട്ടോ ഗൈസ്. അപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.